ഡിയേഴ്സ്, വെൽക്കം ടു ആർക്കെ നെക്സ്റ്റ്. നിങ്ങൾ ഹിന്ദി എക്സാമിന് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് തന്നെയാണ് ഈ വീഡിയോ നിങ്ങളോട് പറയുന്നത്. കാരണം നമ്മൾ ധാരാളം ടൈം നമ്മുടെ ചാപ്റ്റേഴ്സിൽ കിടന്ന് സ്പെൻഡ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം മനസ്സിലാക്കണം. ആ ചോദ്യത്തിനനുസരിച്ച് വേണം നമ്മൾ പഠിക്കാൻ. അപ്പൊ നമുക്ക് എക്സാമിന് എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരിക? നമുക്കൊരു പാരഗ്രാഫ് നൽകിയിട്ട് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷന്റെ ചെറിയൊരു ഭാഗം നൽകിയിട്ട് നമുക്ക് എന്തുണ്ടാകും? അനുവാദം ചെയ്യാനുണ്ടാകും, അല്ലെ? ട്രാൻസ്ലേറ്റ് ചെയ്യാനുണ്ടാകും. പിന്നെ അതുപോലെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കിസി മൻപസന്ദ് ഫിലിം കി സമീക്ഷ. നമ്മൾ ഏതെങ്കിലും ഒരു സിനിമയെ കുറിച്ച് നിരൂപണം ചെയ്യുക, അല്ലെ? അപ്പൊ നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്, നമ്മളോട് എന്തായാലും അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. അത് കൂടാതെ നമുക്ക് വരുന്നതാണ് പിന്നെ പാരിഭാഷിക് ശബ്ദാവലി, അല്ലെ? അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തായി അറിയാമോ? 30 മാർക്കിന്റെ മുകളിൽ സ്കോർ ചെയ്യാനുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് എക്സാമിന് പോകുക. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സൂചന കെ ആധാർ പർ കിസീന മൻപസന്ദ് ഫിലിം കി സമീക്ഷ കീജിയെ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഫിലിമിനെ കുറിച്ച് എഴുതുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾ ഏതെങ്കിലും ഭൂരിഭാഗം പേരും കുറച്ച് നോട്ട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പഠിച്ച സിനിമയെ കുറിച്ച് എഴുതിയാൽ മതി. ഫിലിം കാ കഥാസാർ, അഭിനയ കി ഖൂബിയ, അവരുടെ അഭിനയ മികവിനെ കുറിച്ച് നമുക്ക് അതിൽ പറയാം. പിന്നെ സംവിധായകന്റെ മിടുക്കിനെ കുറിച്ച് നമുക്ക് പറയാം, അല്ലെ? സംവിധായകന്റെ ഒരു റോൾ ആ സിനിമയിൽ എന്തുമാത്രം ഉണ്ടായിരുന്നു. അപ്പിന ദൃഷ്ടികോൺ, നമ്മൾ അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, വിലയിരുത്തുന്നത് എന്ന കാര്യവും പറയാം. അപ്പൊ താരേ ജമീൻ പർ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നമുക്ക് ഇവിടെ നോക്കാം. മേരാ മൻപസന്ദ് ഫിലിം ഹേ താരേ ജമീൻ പർ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വേറെ ഏത് ഫിലിമിന്റെ പേര് ചേർക്കണമെങ്കിൽ ചേർക്കാം. വേറെ ഏതേ സിനിമയാണ് പഠിച്ചത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ അതേ ആണ് ഹെഡിങ് ആയിട്ട് എഴുതാൻ മറക്കരുത്, ഏത് ഫിലിം ആണെങ്കിലും. ഇനി 8 साल का बालक ईशान और उसका अध्यापक राम शंकर निकुंभ की कहानी है यह. അപ്പൊ ഈ സിനിമയിലെ ആരെ കുറിച്ചാണ് പറയുന്നത്? 8 വയസ്സുള്ള ബാലനായിട്ടുള്ള ഇഷാനും പിന്നെ അവന്റെ അധ്യാപകനായ രാം ശങ്കർ നികുംബിന്റെയും കഥയാണ് ഇതിൽ പറയുന്നത്. ബാലക് ഇഷാൻ ജബ് ബോർഡിംഗ് സ്കൂൾ പहुंचता है. അപ്പൊ ഈ സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അല്ലെ? ഇത് കണ്ടവർക്ക് ഇത് എഴുതാനും പഠിക്കാനും കുറച്ചുകൂടി എളുപ്പമാണ്. ബാലകനായ ഇഷാനെ ബോർഡിംഗ് സ്കൂളിലേക്ക് കൊണ്ടാക്കുകയാണ്. എന്തുകൊണ്ടാ കൊണ്ടാക്കുന്നത്? മാർക്കില്ല, പഠിക്കുന്നില്ല എന്ന പേരിൽ, അല്ലെ? അപ്പൊ അവന്റെ ശരിക്കുള്ള ഇഷാന്റെ ഇഷ്ടങ്ങളെ പാരന്റ്സ് മനസ്സിലാക്കുന്നില്ല. അവന്റെ പഠനത്തിലുള്ള പ്രശ്നം എന്താന്ന് ചോദിച്ചറിയാതെ സ്കൂളിന്റെ കുഴപ്പമാണെന്നും പറഞ്ഞ് സ്കൂളുകളെ മാറ്റുകയാണ് അവര് ചെയ്യുന്നത്. स्कूल में रामशंकर नामक अध्यापक जब उससे मिलता है उसके आदत बदलने लगता है. അപ്പോ രാംശങ്കർ എന്ന് പറയുന്ന ഒരു പുതിയ അധ്യാപകൻ വരുന്നു. ഈ അധ്യാപകന്റെ റോൾ ചെയ്തിരിക്കുന്നത് അമീർ ഖാൻ ആണ്. അപ്പൊ അദ്ദേഹം വരുന്നതോടുകൂടിയാണ് ഈ കുട്ടിയുടെ സ്വഭാവത്തിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുന്നത്. ഈ വീട്ടുകാര് കുട്ടിനെ ബോർഡിംഗ് സ്കൂളിലാക്കി പോകുന്നത് ഈ കുട്ടി വല്ലാത്ത അങ്ങോട്ട് എന്താണ് ഒരു നിരാശയിലേക്ക് തള്ളപ്പെടുകയാണ്. പുതിയ സ്കൂളിൽ പുതിയ കൂട്ടുകാരൊന്നുമില്ല, ഒറ്റപ്പെടലിലേക്ക്. അത്രയും അമ്മയുമായിട്ട് ഇങ്ങനെ ഒട്ടി നിന്നിരുന്ന, വല്ലാതെ അമ്മയുടെ, അല്ലെ, പ്രിയപ്പെട്ട മകനായിട്ട് നിന്നിരുന്ന അമ്മക്കും വിഷമമുണ്ട്, അതേപോലെ മകനും വിഷമിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അച്ഛന്റെ നിർബന്ധമായിരുന്നു മകനെ എവിടെ ഇടാ എന്നുള്ളത്, ബോർഡിംഗ് സ്കൂളിലാക്കുക എന്നുള്ളത്. അങ്ങനെയാണ് നമ്മുടെ ഇഷാനെ ഇവര് ബോർഡിങ്ങിൽ ചേർക്കുന്നത്. പക്ഷെ ഇഷാന്റെ ശരിക്കുള്ള പ്രശ്നം അവിടുത്തെ ടീച്ചേഴ്സും മനസ്സിലാക്കിയിരുന്നില്ല. അവരും എല്ലാ ദിവസത്തെയും പോലെ എല്ലാ കുട്ടികളെയും കാണുന്ന പോലെ എന്താകും, ക്ലാസ് എടുക്കും. എന്തുമാത്രം മുദ്ര കുത്തി, ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാത്ത, പരീക്ഷകൾക്കൊന്നും ആൻസർ ചെയ്യാത്ത, പഠിക്കാത്ത ഒരു കുട്ടിയായിട്ട് ഇഷാനെ എല്ലാ ടീച്ചേഴ്സും മുദ്ര കുത്തി ഒരു മൂലക്കലാക്കി. പക്ഷെ എപ്പോഴാണോ രാംശങ്കർ എന്ന പേരിലുള്ള ഈ ഒരു സാറ് സ്കൂളിലേക്ക് എത്തുന്നത്, ഉസ്കെ ആദത്ത് ബദൽത്തേ ലഗ്താ ഹെ, അവന്റെ ശീലങ്ങളൊക്കെ മാറി തുടങ്ങുന്നു. ഛാത്രക്കെ പ്രത്യേക ഖൂബിയോ കോ അധ്യാപക് പെഹചാൻതാ ഹെ. അങ്ങനെ സാറ് മനസ്സിലാക്കാണ് ഈ കുട്ടിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്, അല്ലെ? അപ്പൊ ഓരോ കുട്ടികളുടെയും കഴിവിനെ സാറ് വിലയിരുത്താൻ തുടങ്ങിയപ്പോൾ ഇഷാന്റെ ടാലന്റിനെ കുറിച്ചും സാറ് മനസ്സിലാക്കുന്നു. ഓർ ഉസെ പ്രേരണ ഭി ദേത്താ ഹെ. ആ കുട്ടി പഠനത്തിൽ മാത്രം പുറകിലാണെങ്കിലും അവൻ അതല്ലാത്ത മറ്റൊരു ടാലന്റ് ഉണ്ട്. ആ ടാലന്റിനെ വളർത്തിയെടുക്കാനുള്ള പ്രേരണ നൽകുകയാണ് സാറ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ സാറ് കുറച്ചുകൂടി അവനെ അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രേരണ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പ്രോത്സാഹനം.
ईशान की भूमिका में दर्शील सफारी और अध्यापक की भूमिका में आमिर खान ने अपनी अपनी ഭൂമിക എന്ന് പറഞ്ഞാൽ തന്റെയൊക്കെ റോളുകളെ അച്ഛീ തര നിഭായി ഹെ, നല്ല രീതിയിലാണ് നിർവഹിച്ചിരിക്കുന്നത്. അന്യ അധ്യാപക ലോഗ് ബി അപ്പിനെ കഥാപാത്ര അച്ഛേ രൂപ സെ കിയാ ഹെ, മറ്റ് അധ്യാപകരും തന്റെ റോളുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഫിലിം കാ നിദേശൻ ഛായാങ്കൻ पटकथा संवाद गीत और पात्रों का अभिनय सब एक से बढ़कर एक रहा. എല്ലാം ഒന്നൊന്നിനും മെച്ചപ്പെട്ടതായിരുന്നു. എങ്ങനെ? ഛായാങ്കൻ, പടുക്കഥ, സംവാദ്, ഗീത്, എല്ലാ ഘടകങ്ങളും സിനിമയിലെ ഒന്നൊന്നിന് മെച്ചപ്പെട്ട രീതിയിലായിരുന്നു നിന്നിരുന്നത്. ഇനി ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് പാരിഭാഷിക് ശബ്ദ് നിങ്ങൾ പഠിച്ചിരിക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള വേർഡ്സ് തന്നെ എക്സാമിന് ചോദിക്കുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, ഒരുപാട് വേർഡ്സ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതൊന്ന് നിങ്ങൾ പഠിച്ചു നോക്കാം. ബൈ ഹാർട്ട് പഠിക്കുക എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ തന്നെ എക്സാമിന് നിങ്ങൾക്ക് ഓപ്ഷൻസ് എന്നുള്ളത് കാരണം സഹി മിലാൻ കരെ എന്ന് പറഞ്ഞിട്ടാണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് എടുത്ത് എഴുതാൻ പറ്റും അല്ലെ. ഏഡ് അക്കൗണ്ട് ഖാത്ത ജോഡെ, പബ്ലിക് സാർവജനിക്, ഷെയർ സാझा करे, फाइल संजीगा, सेव सहेजे, स्पैम अनचाहा, चैट्स बातचीत, सोशल सामाजिक, कैंसल रद्द करे. कണ്ടോ? एडिटिंग ഈക്ഷൻ, ഇമ്പോർട്ടൻറ്റ് महत्वपूर्ण കാറ്റഗറീസ്, ശ്രേണിയ, റിസോഴ്സ്, സംസാധൻ അല്ലെ. ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഒരു ടെക്നിക്കൽ വേർഡാണ് നമ്മൾ ഉപയോഗിക്കുന്ന സംസാധൻ. പിന്നെ അതുപോലെ സാർവജനിക്, ഈ വേർഡൊക്കെ മറക്കരുത്. സൈൻ ഔട്ട് പ്രസ്ഥാൻ, ട്രാഷ് കൂടേദാൻ, പ്രോഗ്രാം പ്രക്രം, പ്രൈവസി ഗോപനീയത, ഔട്ട്പുട്ട് ബഹിർപാത്, ഇന്റർനെറ്റ് അന്തർജാൽ, പ്രോസസ് പ്രക്രിയ. അപ്പൊ ഇത്തരം വാക്കുകളൊക്കെ എന്താണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ വേർഡ്സും നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കുക. ഇനി നമുക്ക് പാരിഭാഷിക് ശബ്ദാവലിക്ക് ശേഷം നമുക്ക് 8 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വിജ്ഞാപൻ തയ്യാർ കരെ എന്ന് പറഞ്ഞ് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ചോദ്യം എന്താണ്? വിജ്ഞാപൻ തയ്യാർ കരെ. बढ़ती हुई गुर्दों की खराबी से बचने के लिए तैयार की गई दवा के प्रचार का एक विज्ञापन तैयार करें. दवा का नाम आम जनता के लिए लाभदायक മൂല്യം. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു വിജ്ഞാപനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകണം. എന്താണ് ഈ ഗുളികയുടെ പേരെന്താണ്, പിന്നെ അത് കൂടാതെ മറ്റുള്ളവർക്ക് അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്, പിന്നെ അതിന്റെ വില, ഇതൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇതുപോലെ നമുക്ക് ഒരിക്കലും ഒരേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വിജ്ഞാപനത്തിന് വരില്ല. പക്ഷെ മറിച്ച് നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഏതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഒരു വിജ്ഞാപനം തയ്യാറാക്കാം. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചിത്രം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ക്യാപ്സോളിന്റെ ചിത്രം വരയ്ക്കാൻ കഴിവുള്ളവർക്ക് ഒരു ക്യാപ്സോളിന്റെ ചിത്രം കൊടുക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഹെയർ ഓയിൽ ആയിരിക്കാം, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആയിരിക്കാം. അപ്പൊ എന്ത് പ്രൊഡക്റ്റിനെ കുറിച്ചും നമുക്ക് ചോദിക്കാം. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ എന്തായാലും മനസ്സിൽ പ്രതീക്ഷിക്കുക, അതിനൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് എന്താണ് പ്രൊഡക്റ്റ് എന്ന് നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ടല്ലോ, അതിനെ നമുക്ക് ആ പോസ്റ്ററിലേക്ക് എടുത്ത് എഴുതാം. അപ്പൊ അത് ഒരിക്കലും ഒരു പ്രയാസമുള്ള ഒരു കാര്യമായിട്ട് ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കരുത്. അപ്പൊ നമ്മൾ ആ ഗുളികക്ക് ഒരു പേരൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് അല്ലെ. കിഡ്നി സേഫ് ഗോലിയ. നോക്കൂ, കിഡ്നി സേഫ് ഗോലിയ, കിഡ്നിയെ സംരക്ഷിക്കാനുള്ള ഒരു മരുന്ന് അല്ലെ. ഗുർദോ കി ഖരാബി. അപ്പൊ ഈ വേർഡ് നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ദോനോ ഗുർദോ ഖരാബ് ത എന്ന് പറഞ്ഞു. ആർക്കാണ്? അസ്ലം എന്ന നമ്മുടെ ക്യാരക്ടറിനായിരുന്നു അല്ലെ. അപ്പൊ ഗുർദോ കി ഖരാബി അല്ലെ, എന്താണ്? വൃക്കകളുടെ തകരാറുകൾക്ക്. ലേലോ, എടുക്കൂ. ഏത്? കിഡ്നി സേഫ് ഗോലിയ. ഏതാണ്? കിഡ്നിയെ സേഫ് ആക്കൂ എന്ന് പറയുന്ന ഈ ഗുളിക. കം ദാം. അപ്പൊ അവിടെ പ്രത്യേകം എടുത്തു പറയാണ് എന്ത്? കം ദാം, കുറഞ്ഞ വില. ജ്യാദ അസർദാർ അല്ലെ, കൂടുതൽ മേന്മ. 10 ഗോലിയ സിർഫ് 20 रुपये से. 10 ഗുളികക്ക് വെറും 20 രൂപ. PK മെഡിസിൻ കമ്പനി, നയി ദില്ലി. ഇവിടെ വേണേൽ ശരിക്കും വില കുറച്ച് കൂട്ടി കൊടുക്കണം, അല്ലെങ്കിൽ കിഡ്നിക്ക് അത്രയും വില ഇല്ല എന്ന് ആയിരിക്കും വിചാരിക്കുക അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒരു 200 രൂപ എന്നൊക്കെ നമുക്ക് എന്തായാലും നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ കം ദാമേ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ 20 റുപ്യ ഞാൻ വെച്ചത്. സമ്പർക്ക് കരെ. അപ്പൊ നിങ്ങൾ തയ്യാറാക്കുന്ന വിജ്ഞാപനിൽ നിർബന്ധമായും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം
ഒന്ന് പ്രൊഡക്റ്റിന്റെ പേര് നൽകാം. എന്താണോ പ്രൊഡക്റ്റ് അതിനൊരു പേരിടാം അല്ലെ. ഇപ്പൊ എല്ലാത്തിനും ഒരു പേരുണ്ടാവില്ലേ, അതുപോലെ ആ പ്രൊഡക്റ്റിന് ഒരു പേര് വെക്കാൻ മറന്നു പോകരുത്. പറ്റുവാണെങ്കിൽ അതിന്റെ ഒരു ചിത്രം തന്നെ ആഡ് ചെയ്യുക. പിന്നെ അതിലേക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഓഫർ എന്ന രീതിയിൽ ഓഫർ എന്ന് എഴുതാം. അത് നിങ്ങൾക്ക് ഹിന്ദിയിൽ തന്നെ ഓഫർ എന്ന് കൊടുത്തിട്ട് അങ്ങനെ എഴുതാം. പിന്നെ അത് കൂടാതെ ഇതിന്റെ വില നൽകാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ അതിന്റെ എന്തെങ്കിലും ഒരു ഗുണമേന്മ അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ പലപ്പോഴും നൽകിയിട്ടുണ്ടാകും. ആ ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ള കാര്യം അവിടെ എടുത്തെഴുതാൻ മറക്കരുത്. പിന്നീട് കോണ്ടാക്ട് നമ്പർ, സമ്പർക്ക് ഖരെ എന്നാണ് കോണ്ടാക്ട് ചെയ്യൂ എന്നതിന് നമ്മൾ അല്ലെ കൊടുക്കുന്നത്. അപ്പൊ സമ്പർക്ക് ഖരെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവിടെ നമ്പർ കൊടുക്കാൻ മറക്കരുത്. ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് ഒന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇനി അത് കൂടാതെ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന 6 മാർക്കിന്റെ ചോദ്യമാണ് ഖണ്ഡ കാ സംക്ഷേപൺ കരെ. संपत्ति का बंटवारा तो मैंने कई बार सुना है और देखा भी है, लेकिन रिश्तों का बंटवारा पहली बार देख रहा हूँ. यह देखकर बिल्कुल चकित रह गया. आज मैं पत्नी के साथ ससुराल गया था. वहां संपत्ति का बंटवारा हो रहा था. ससुर ने अपने चारों पुत्रों में संपत्ति की समान रूप में बंटवारा किया എന്ന് പറഞ്ഞ സ്വത്ത് വിഭജിക്കുന്നതിനെ കുറിച്ചാണ് ഈ ഒരു പാരഗ്രാഫ് നൽകിയിരിക്കുന്നത് അല്ലെ. ഇന്ന് ബंटवार पहली बार ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. യഹ് ദേഖ്കർ मैं बिल्कुल चकित रह गया. ഇത് കേട്ടതും ഞാൻ ഇത് കണ്ട് ഞാൻ ആകെ ഞെട്ടി. ആദ്യമായിട്ട് കാണാണ്. पहली बार ससुराल गया, ആദ്യമായിട്ട് പത്നിയോടൊപ്പം ഭാര്യയോടൊപ്പം എവിടെ പോയി? ഭാര്യയുടെ വീട്ടിൽ പോയപ്പോൾ വഹാ സമ്പത്തി കാ ബंटवाര ഹോ രഹാ താ. സസുറിനെ, സസുർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭാര്യയുടെ പിതാവ്. അപ്പനെ ചാരോ പുത്രോമേ സമ്പത്തിക്ക് समान रूप में बंटवारा किया. बाद में उन्होंने बड़े पुत्र से कहा कि वे उनके साथ रहना चाहते हैं, लेकिन उन्हें यह मंजूर नहीं था क्योंकि ऐसे होने से चारों बहनें उनके पास आएगी और खर्च बहुत होगा. शेष ശരിക്കും ഇവിടെ പുത്രി എന്നാണ് ക്വസ്റ്റ്യനിലുള്ള എന്തോ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. കാരണം ഇവിടെ 4 പെങ്ങന്മാര് എന്ന് പറയുന്നുണ്ട്. ശേഷ് തീനോ നബി യഹി ബാത് ദുഹരായി. അപ്പൊ എന്താണ്? ആദ്യം ഒരു മകന് കൊടുത്തു, അല്ല 4 ആൺകുട്ടികളും ചിലപ്പോൾ 4 പെൺകുട്ടികളായിരിക്കാം, അങ്ങനെയും പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഈ 4 ആൺകുട്ടികൾക്കും സ്വത്ത് ഒരുപോലെ വീതം വെച്ചു കൊടുത്തു. എന്നിട്ട് അച്ഛൻ മൂത്ത മകനോടൊപ്പം നിൽക്കാൻ ആഗ്രഹം കാണിച്ചു. പക്ഷെ മകൻ അത് അനുവദിക്കുന്നില്ല. എന്താണ്? അങ്ങനെ അച്ഛനെ കൊണ്ടുപോയ ഈ 4 പെങ്ങന്മാരും എൻ്റെ അടുത്തായിരിക്കും വരുന്നത്. അന്തുമേ സസുറിനെ ചാരോ ബഹനോ കോ ബി ചാരോ ഭായിയോ കെ ലിയെ ബാണ്ട്. അവസാനം എന്ത് ചെയ്തു? ബാണ്ട് ദിയ. അവസാനം ഈ 4 സഹോദരന്മാർക്കായിട്ട് 4 സഹോദരിമാരെയും എന്ത് ചെയ്തു? വീതം വെച്ചു. ഓരോരുത്തരും ഓരോരുത്തരുടെ കാര്യങ്ങളിൽ എന്ത് ചെയ്യണം? ഇടപെടണം, സംരക്ഷിക്കണം, അന്വേഷിക്കണം എന്ന രീതിയിൽ. അപ്പിനെ പിതാക്കോ ദേഖ്നെ മേ അസമർത്ത് ബേട്ടെ സദാ കർജ് കെ ബാരെ മേ സോച്തേ രഹത്തെ ഹെ. അപ്പിനെ പിതാക്കോ ദേഖ്നെ മേ, അപ്പൊ തന്റെ മകൻ അച്ഛനെ നോക്കുന്നതിൽ അല്ലെ എന്താകാത്ത തൃപ്തിയില്ലാത്ത മകൻ എപ്പോഴും കർജ് കെ ബാരെ മേ ചിലവിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു. ആഖിർ ബഹനോ കോബി ബാണ്ട് ദേനാ പട. പിന്നീട് എന്ത് ചെയ്തു? അച്ഛനെയും എന്ത് ചെയ്തു? സഹോദരിമാരെയും വീതം വെക്കാൻ തുടങ്ങി. ഖണ്ഡ് കാ സംക്ഷേപൺ കീജിയെ. ഇനി ഈ പാരഗ്രാഫിനെ നിങ്ങൾ എന്ത് ചെയ്യണം? സംക്ഷേപൺ, അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം എടുത്തിട്ട് അതിനെ ഒന്ന് ചുരുക്കി എഴുതിയാൽ മാത്രം മതി. 6 മാർക്കാണ് നമുക്ക് അതിന് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഇത് നന്നായി വായിച്ചു നോക്കണം. നമുക്ക് ഒരിക്കലും ഒരേ പാരഗ്രാഫ് ആയിരിക്കില്ല, വ്യത്യസ്തമായ പാരഗ്രാഫ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ പഠിച്ച പാഠഭാഗവുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയി. അതല്ലെങ്കിൽ പുറത്ത് നിന്നൊരു പാരഗ്രാഫ് ചോദിക്കും. നോക്കൂ, राम शरण अपनी पत्नी के साथ ससुराल गया था. वहां संपत्ति का बंटवारा हो रहा था. चारों पुत्रों को समान रूप से बांट देने के बाद ससुर ने बड़े पुत्र के साथ रहने की इच्छा प्रकट की. അല്ലെ, മൂത്ത മകനോടൊപ്പം നിൽക്കാനുള്ള ആഗ്രഹം പ്രകടമാക്കി. उनके साथ रहने पर चारों बहनें यहाँ आएगी और खर्च बहुत होगी, इसलिए उन्हें मंजूर नहीं था. അതുകൊണ്ട് തന്നെ
അദ്ദേഹത്തിന് സമ്മതമല്ലായിരുന്നു. എല്ലാ സഹോദരിമാരും പിന്നീട് എൻ്റെ അടുത്തേക്ക് വരും. സസുറിനെ ചാരോ ബഹനോ കോബി ചാരോ ബായിയോ മേ ബാണ്ട. 4 സഹോദരിമാരെയും 4 സഹോദരന്മാർക്കായിട്ട് നൽകി. രാം ശരൺ ജീവൻ മേ പെഹലി ബാർ യഹ് റിഷ്തോ കാ ബंटवारा ദേഖ് രഹാ താ. ആദ്യമായിട്ടാണ് ഇങ്ങനെ സഹോദരിമാരെ വീതം വെച്ചിട്ട് ബന്ധങ്ങളുടെ വീതം വെപ്പ് അദ്ദേഹം കാണുന്നത്. അപ്പൊ അതാണ് ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താണ് 6 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 8 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ട് ഇതിൽ. അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തീർച്ചയായും ഷുവർ ആയിട്ട് ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കൊരു 30 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ തന്നെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ സംക്ഷേപണ് അല്ലെ, നമുക്ക് വായിക്കാം, മനസ്സിലാക്കാം. ആ പോയിന്റ്സിന് മാത്രം, ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സിന് മാത്രം എടുത്തെഴുതാ, ഷോർട്ട് ആക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ 6 മാർക്കാണ്. അതുകൂടാതെ വിജ്ഞാപൻ തയ്യാറാക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മൾ ഏതൊരു പ്രൊഡക്റ്റിനെയും സ്വീകരിക്കാൻ തയ്യാറായിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ. അതിന്റെ വില നൽകുക, പ്രൊഡക്റ്റിന്റെ പേര് നൽകുക, പിന്നീട് നമ്പർ കൊടുക്കുക. അപ്പൊ ഇത്തരം പോയിന്റ്സ് മറന്നു പോയത്. ഒരു ചിത്രം വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. പിന്നീട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പാരിഭാഷിക് ശബ്ദ് അത് മറന്നു പോകാതെ പഠിക്കുക. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാം തന്നെ. അപ്പൊ വിട്ടുപോകാതെ, മറന്നു പോകാതെ പഠിച്ചിട്ട് എക്സാമിന് പോകുക.